135 ദിവസങ്ങൾ, 4080 കിലോമീറ്ററുകൾ, 14 സംസ്ഥാനങ്ങൾ, ആ 14 സംസ്ഥാനങ്ങളിലെ 75 ജില്ലകൾ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി കശ്മീരിൽ അവസാനിച്ച രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കാൽനടയാത്രയെന്ന ചരിത്രമാണ് സൃഷ്ടിച്ചത്. യാത്രയിലുടനീളം രാഹുൽ ഗാന്ധിയും പ്രവർത്തകരും സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകളെ കാണുകയും 12 പൊതുയോഗങ്ങളിലും 100-ലധികം കോർണർ മീറ്റിംഗുകളിലും 13 പത്രസമ്മേളനങ്ങളിലും പങ്കെടുക്കുകയും ചെയ്തു. ആ ചരിത്ര നിമിഷത്തിലേക്ക് രാഹുൽ ഗാന്ധി നടന്നു കയറിയപ്പോൾ അത് കോൺഗ്രസിന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. ഭാരത് ജോഡോ യാത്ര പൊതുസമൂഹത്തിലുണ്ടാക്കിയ ചലനം വളരെ വലുതു തന്നെയാണ്. പപ്പു എന്ന് കളിയാക്കിയപ്പോഴും, രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ നനഞ്ഞ പടക്കമെന്ന് പരിഹസിച്ചപ്പോഴും, ചാനലുകളടക്കം അപഹാസ്യനാക്കിയപ്പോഴും രാഹുൽ ഗാന്ധി പതറിയിരുന്നില്ല. ഈ യാത്ര രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായയിൽ ഉണ്ടാക്കിയതും വളരെ വലിയ മാറ്റങ്ങളാണ്. ഇന്ത്യയെ ഭാവിയിലേക്ക് നയിക്കേണ്ട ഒരു നേതാവിന് വേണ്ട പക്വതയും രാഷ്ട്രീയ താൽപര്യവും സഹനശക്തിയും എല്ലാം രാഹുൽ ഗാന്ധി എന്ന നേതാവിന് ഉണ്ടെന്നും ഈ യാത്രയിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഭാരത് ജോഡോ യാത്ര വിജയമായതിനു പിന്നാലെ ജനുവരി 14 മുതൽ ഭാരത് ജോഡോ യാത്രയുടെ 2ാം പതിപ്പായ ഭാരത് ന്യായ് യാത്രയുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എത്തുകയാണ്. ഭാരത് ജോഡോ യാത്രയിലൂടെ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം പ്രചരിപ്പിച്ചതിന് പിന്നാലെ രാജ്യത്തെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുക എന്നതാണ് ഭാരത് ന്യായ് യാത്രയുടെ ലക്ഷ്യം. ഭാരത് ജോഡോ യാത്ര പാർട്ടിക്ക് പുതിയ ഉണർവുണ്ടാക്കി എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന ഭാരത് ന്യായ് യാത്രയിലൂടെ കോൺഗ്രസ് പാർട്ടിക്ക് പരമാവധി നേട്ടം കൊയ്യാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മണിപ്പൂരിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നതിന് പിന്നിലെ ലക്ഷ്യവും ഈ നേട്ടം തന്നെയെന്നാണ് പറയപ്പെടുന്നത്. ഭാരത് ജോഡോ യാത്ര ദക്ഷിണേന്ത്യ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നുപോയതെങ്കിൽ ഭാരത് ന്യായ് യാത്ര ഹിന്ദി ഹൃദയഭൂമിയിലൂടെയാണ് കടന്നുപോകുന്നത്. മണിപ്പൂരിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര മേഘാലയ, ബീഹാർ അടക്കം 14 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകും. ഭാരത് ന്യായ് യാത്രയും കോൺഗ്രസിന്റെ രാഷ്ട്രീയ ലക്ഷ്യവും എങ്ങനെയെന്ന് നോക്കാം. ഭാരത് ജോഡോ യാത്ര കൊണ്ട് ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് നേട്ടമുണ്ടായെങ്കിലും ഉത്തരേന്ത്യയിൽ കാര്യമായ നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ഭാരത് ന്യായ് യാത്ര എന്ന പേരിൽ ഇത്തരത്തിൽ ഒരു പുതിയ യാത്ര സംഘടിപ്പിക്കുന്നതും. കുക്കി, മെയ്തി വിഭാഗങ്ങൾക്കിടയിൽ സംഘർഷം നിലനിൽക്കുന്ന സംസ്ഥാനമായ മണിപ്പൂരിൽ നിന്നാണ് ഇത്തവണ ഭാരത് ന്യായ് യാത്ര ആരംഭിക്കുന്നത്. നിലവിൽ മണിപ്പൂർ ഭരിക്കുന്നത് BJP ആണ്. സംഘർഷം നേരിടുന്ന മണിപ്പൂരിൽ മുൻപ് രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു. BJPയുടെ സ്വാധീനമുള്ള മണിപ്പൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കാത്തത് കോൺഗ്രസ് വലിയ പ്രചാരണ വിഷയമാക്കുകയും ചെയ്തിരുന്നു. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം കർണാടകയിലും തെലങ്കാനയിലും ഭരണം പിടിക്കാൻ കോൺഗ്രസിന് സാധിച്ചത് വലിയ നേട്ടമായിരുന്നു. എന്നാൽ ഉത്തരേന്ത്യയിൽ ഒരു നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞതുമില്ല. അടുത്തിടെ കോൺഗ്രസിന് നഷ്ടമായ രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലൂടെയും ഭാരത് ന്യായ് യാത്ര കടന്നുപോകുമെന്നത് പ്രത്യേകതയുള്ള കാര്യമാണ്. 85 ജില്ലകളിലൂടെ യാത്ര കടന്നുപോകും. പ്രത്യേകം തയ്യാറാക്കിയ ബസ്സിലാണ് യാത്ര. ചില സ്ഥലങ്ങളിൽ കാൽനടയായും സഞ്ചരിക്കും. ജനുവരി 14 ആരംഭിക്കുന്ന യാത്ര 6200 കിലോമീറ്റർ സഞ്ചരിച്ച് മാർച്ച് 20 അവസാനിക്കും. മണിപ്പൂർ, നാഗാലാൻഡ്, മേഘാലയ, ആസാം എന്നീ സംസ്ഥാനങ്ങൾക്ക് പുറമെ പശ്ചിമ ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോയ ശേഷമാണ് യാത്ര മഹാരാഷ്ട്രയിൽ അവസാനിക്കുക.